ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓസി മല്ലു ഫാർമർ എന്ന പേരുള്ള ഒരു ക്രിസംഗി ബ്ലോഗറെ കുറിച്ചാണ്. പാവത്താനെ പോലെ ഇരുന്നിട്ട് നിഷ്പക്ഷനായി സംസാരിച്ചിട്ട് ഏകദേശം ഫേസ്ബുക്കിലുണ്ടല്ല 1,00,000 മുകളിലുള്ള ഫോളോവേഴ്സിന് ഉണ്ടാക്കി. ഇപ്പോ എലക്ഷന്റെ സമയമുണ്ടല്ല സംഖ്യ എടുക്കുന്ന പൈസ വാങ്ങി വന്നിട്ട് പച്ച വർഗീയത പറയുന്ന ഈ ക്രിസംഗി ബ്ലോഗർ. ഈ വട്ടവളയും ക്രിസംഗി പച്ച വർഗീയത മാത്രമല്ല പറഞ്ഞത്, അതിനിടയ്ക്ക് CPM-നെയും കോൺഗ്രസിനെയും നല്ലോണം കുറ്റം പറഞ്ഞിട്ട് നമ്മളെ കേരളത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കെന്തായാലും നമ്മളെ നാടിനെ അപമാനിച്ചുകൊണ്ടും മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദിയാക്കിക്കൊണ്ടും ഈ വാട്ടാവളെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വന്നാലോ? ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചു പോകാത്ത? അല്ലെങ്കിൽ ഈ വിദേശ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി ജോലി എടുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാത്തെന്ന് അറിയണ്ടേ? നീതി കിട്ടില്ലാത്ത നാടാണ് നമ്മുടെ നാട്. അതായത് മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി കിട്ടില്ല, അപ്പോൾ നമുക്ക് എന്ത് കിട്ടാനാ? കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഗണേഷ് കുമാറിന്റെ ഭാര്യ അവർക്ക് പ്രശ്നം ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ അവർ മുങ്ങി. അവർ പോലും സഹായിക്കത്തില്ല. അവർക്ക് പോലും സഹായം കിട്ടാത്ത സ്ഥിതിയിൽ ഈ പാവപ്പെട്ട കണക്ക് നാട്ടിൽ വന്ന് ജീവിക്കാൻ അവർ അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിക്കും ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ. ഈ ഹിന്ദുക്കളോടും ഈ പറയാനുള്ള എന്നറിയോ, നിങ്ങളെയൊക്കെ ഇവർ പറ്റിക്കുവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ പറ്റിക്കുന്നതാണ്. നിങ്ങൾ ഹിന്ദുത്വ ഭീകരത എത്രമാത്രം കണ്ടിട്ടുണ്ട്? എന്നാൽ അവരുടെ ഈ കമ്മ്യൂണിക്കായ ആൾക്കെന്തറിയോ, SDPI, ജമാഅത്ത് ഇസ്ലാമി, നിരോധന സംഘടന ഉണ്ടാണല്ലോ, അവരുടെയൊക്കെ പിന്തുണയിലാണ് അവർ രാജ്യം ഭരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ വന്ദേ മാതരം പാടത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറയുവാണ്, ഞങ്ങൾ മൂവാറ്റുപുഴയിലാണ് പറയുന്നത്, വന്ദേ മാതരം ഞങ്ങൾ പാടത്തില്ല. കാരണം ഞങ്ങളുടെ രാജ്യമല്ല ഇത്, ഞങ്ങളൊരു ഇസ്ലാമിക് രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുക. ഇവരാണ് യഥാർത്ഥം പറഞ്ഞാൽ ഭീകരർ. അതായത് ഭീകര ഈ ഇന്ത്യയെ നശിപ്പിക്കണം, ഇന്ത്യയെ ഒരു ഇസ്ലാമിക് രാജ്യമാക്കണം എന്ന് വിളിച്ച് പറഞ്ഞു നടക്കുന്ന ഇവർക്കെതിരെ ഇവരുടെ വോട്ട് മേടിച്ച് പറയും ഇവർ നല്ലവരാ. ഹിന്ദുക്കളുള്ള ഭീകരരല്ലേ? ഇപ്പൊ ക്രിസ്ത്യാനികൾ ഭീകര, ഇവർക്ക് ഇഷ്ടമില്ല, ഇവർക്ക് വോട്ട് വേണം. അതായത് 2% വോട്ടിലെ ക്രിസ്ത്യാനിക്കുള്ളത്, അതും വിഘടിച്ച് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പറയുക. നമ്മുടെ ഈ എറണാകുളത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക്. സീറോ മലബാർ സഭയില് ഈ കുർബാനയെ സംബന്ധമായ പ്രശ്നം ഉണ്ടായി. ഈ സമരത്തെ സ്പോൺസർ ചെയ്തത് ഈ SDPI പോലെയുള്ള സംഘടനകളാണ്. ഇതിന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവരായിരുന്നു. അതായത് കന്യാസ്ത്രീകളുടെ സമരം എറണാകുളത്ത് നടന്നപ്പം അവിടെ വന്നിരുന്നതെല്ലാം ഏതൊരു മുസ്ലിം സ്കൂളിൽ നിന്നുള്ള ദൂരെയുള്ള 50 കിലോമീറ്റർ അപ്പുറത്തുള്ള പിള്ളേരാണ് വന്നിരുന്നത്. ഇതിനെയൊക്കെ സ്പോൺസർ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയുള്ള ഭീകര സംഘടനകളും. നാണവുമാനും ഉളുപ്പില്ലാത്ത ക്രിസംഗി, നിന്റെ പള്ളിയിൽ നടക്കുന്ന പ്രശ്നം നിനക്കൊന്നും ഒത്തീർപ്പാക്കാൻ കഴിയില്ല. അതൊക്കെ മറ്റുള്ളവരെ തലയിടാൻ വേണ്ടി ഉളുപ്പില്ല എനിക്ക്. പിന്നെ കന്യാസിമാരെ കാര്യം പറഞ്ഞോട്ടെ നിന്നോട് പറയുന്ന കേട്ടാ, ഫ്രാങ്കോ മുളക്കൽ എന്ന് പറഞ്ഞ ഒരുത്തണ്ടല്ല കന്യാസിനെ പീഡിപ്പിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ആ കന്യാസിന്റെ ഭാഗത്ത് കൂടിയിട്ടുണ്ടാ? നിങ്ങളല്ല ആ പീഡകനായ ഫ്രാങ്കോ മുളക്കന്റെ ഭാഗത്തല്ലേ കൂടിയത്? എന്നിട്ട് ആ വൃത്തികെട്ട വായനെ കൊണ്ട് കന്യാസികളുടെ പേരെന്ന് നീ പറയല്ലേ കേട്ടാ. അതായത് നിന്റെയൊക്കെ പള്ളി കിടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് നിന്റെയൊക്കെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി തനിക്കൊന്നും കഴിവില്ലെങ്കിൽ ആ കഴിവില്ലായ്മ മറ്റുള്ളവരുടെ തലയിലുണ്ടല്ല, മറ്റുള്ളവരുടെ തലയിൽ കെട്ടിയിടല്ല കേട്ടോ ക്രിസംഗി. പിന്നെ നീ എന്താന്ന് പറഞ്ഞ ഹിന്ദുത്വ ഭീകരത, അത് കണ്ടിട്ടേ ഇല്ലാന്നോ? അത് കാണാൻ കണ്ടില്ല, നീ നേരെ ഇടില്ല. കേരളത്തിലല്ല, നേരെ നീ ഊപ്പിയിലേക്കും വിട്ടാറി. ഊപ്പിയിലേക്ക് പോയണ്ട, നിനക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഹിന്ദുത്വ ഭീകരത കാണാൻ പറ്റും കേട്ടാ. ഇനി നിനക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റൂലെങ്കിൽ ഉണ്ടല്ല, നീ നേരെ ഉണ്ടല്ല അവിടുന്ന് നല്ല അടി വാങ്ങി വന്ന ഒരുപാട് ക്രൈസ്തവ പുരോഹിതർ കേരളത്തിലുണ്ട്. അവരോട് ചോദിച്ചാൽ മതി എന്താണ് ഹിന്ദുത്വ ഭീകരത എന്ന്. അപ്പൊ അവർ കൃത്യമായിട്ട് നിനക്ക് പറഞ്ഞുതരും ഹിന്ദുത്വ ഭീകരത എന്താണെന്ന് കേട്ടാ. പിന്നെ നീ ഇപ്പൊ പുച്ഛിച്ച് പറഞ്ഞ കേരളത്തിലോട്ട് നിനക്ക് വരാൻ മടിയാണെങ്കിൽ നീ വരണ്ടടാ, നീ അവിടെ തന്നെ കഴിഞ്ഞോ. നിന്നോട് ഇങ്ങോട്ട് വരണമെന്ന് ആരാ പറഞ്ഞത്? കീശയിൽ കുറച്ച് പൈസ വരുമ്പോ സ്വന്തം നാടിനെയും സ്വന്തം കുടുംബത്തിനെയും ഒത്തുന്ന നിന്നെപ്പോഴത്തെ കുറെ എണ്ണത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ ഈ വർത്താനക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ല. ഇവനിപ്പോ കേരളത്തിൽ BJP വരണം. BJP വന്നാൽ മാത്രമേ ഇവനുണ്ടല്ല തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. എന്റെ അഭിപ്രായത്തിലുണ്ടല്ല BJP വരണം. BJP വന്നിട്ടല്ല ഇവൻ ഇങ്ങോട്ടേക്ക് വരണം. ഇവൻ ഇങ്ങോട്ട് വന്നിട്ടാമില്ല. ഛത്തീസ്ഗഡിൽ ഇവന്റെ ടീമിനെ ഓടിക്കുന്നില്ലേ, അതുപോലെ ഇവിടുത്തെ കേരളത്തിലെ BJP-ക്കാരല്ല ഇവനെ ഓടിക്കണം. ഇവനെ ഓടിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണണം, കണ്ണ് തുറന്ന് കാണണം. അപ്പോഴേ നമുക്ക് സന്തോഷമാവും. അതുമല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ സംഘികളെ നിങ്ങൾ എത്ര പാവങ്ങളെ നടന്ന് ആക്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇവനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടല്ല, അവിടുന്ന് കണ്ടം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിടുന്നുണ്ടല്ല. നിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത സംഘികളെ നിങ്ങളെ കൂടെ നമ്മൾ നിൽക്കും. പക്ഷെ നിങ്ങളുടെ ഇവനെ പോലത്തെ വട്ടാവളയന്മാർക്കെതിരെ ചെയ്യണം. അപ്പോഴേ നിങ്ങളെ കൂടെ നമ്മൾ നിൽക്കൂ. കാരണം ഉണ്ടല്ലോ ഇവനൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കുടിച്ച വെള്ളത്തിൽ വരെ വിശ്വസിക്കാൻ പാടില്ല. സ്വന്തം നാടിനെയും സ്വന്തം കുടുംബക്കാരെയും വരെ ഒറ്റാൻ വേണ്ടില്ലാത്ത ടീമാണ് ഇവനെ പോലുള്ളവന്മാർ. ഇത്രയും കാലം ഉണ്ടല്ലോ വീഡിയോ നിഷ്പക്ഷരായി നിന്നിട്ടുണ്ടല്ല. ഈ ഇലക്ഷന്റെ സമയം ഇവനൊക്കെ മനസ്സിലുള്ള വർഗീയതല്ല, ആ വർഗീയത പുറത്തേക്ക് വരെയെന്ന്. പിന്നെ നീ പറഞ്ഞ് മൂവാറ്റുപുഴയിൽ ഏതോ ഒരു മുസ്ലിം ഇന്ത്യ നമ്മുടെ രാജ്യമല്ല എന്ന് പറഞ്ഞെന്ന് നിനക്കത് തെളിയിച്ചു തരാൻ പറ്റുമോ ക്രിസംഗി? നീ കണ്ട സംഖ്യകൾ വാട്സപ്പിൽ പറഞ്ഞ പച്ചക്കള അതുപോലെ ഉളുപ്പെന്നാണുമല്ലാണ്ട് അതുപോലെ പറയുകയല്ലേ ചെയ്യുന്നത്. നമുക്കിനി വെട്ടാവളയും ക്രിസംഗി അടുത്തതായിട്ട് എന്ത് വർഗീയത പറഞ്ഞു കേട്ടിട്ട് വന്നാലോ? അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? സീറോ മലബാർ സഭയെ രണ്ടായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരുമില്ലല്ലോ. അങ്ങനെ വിഭജിച്ചതിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന ഈ മാർത്തോമയും മറ്റേ കുറെ മത സംഘടന ഉണ്ടല്ലോ, ഇവർ ഒരുമിക്കാൻ സമ്മതിക്കരുത്. അതായത് സാബു ജേക്കബ് ഇതിനു വേണ്ടി സംസാരിക്കാൻ പോകുന്നത് ഇവർക്ക് ഇഷ്ടമില്ല. ഇവരെല്ലാം വിഘടിച്ച് നിർത്തി ഭരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ തന്ത്രം. ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് സാധാരണക്കാരായ ആളുകൾക്കുണ്ടാകുക, അതായത് സാധാരണ വിശ്വാസികൾക്കുണ്ടാകുക. ഹിന്ദുക്കളോടും പറയാനുള്ള നിങ്ങളെയും വിഘടിപ്പിച്ച് നിർത്തുന്നതിന് കാരണം
ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. നിങ്ങളിപ്പോ ഞാൻ വീട് കണ്ടിട്ട് നിങ്ങൾ വീണ്ടും പോയി അവർക്ക് വോട്ട് കുത്തുന്നവരാണ് നിങ്ങൾ. അതിനുള്ള വിവരം നിങ്ങൾക്കുള്ളൂ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഓസ്ട്രേലിയയിലുള്ള വേട്ടാവളിയ നമുക്ക് അത്രേ വിവരമുള്ളൂ, അത്ര മാത്രമേ വിവരമുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാനും നമ്മളെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കാനുള്ള ബോധവും വിവരവും ഉണ്ടല്ലോ, അത് മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ നിന്നെപ്പോലെ സ്വന്തം കുടുംബത്തെ ആക്രമിച്ചാലും ആ ആക്രമിച്ച വന്നിട്ട് കുറച്ച് പൈസ വരുമ്പോ ആ പൈസ വാങ്ങിട്ട് ആക്രമിച്ചവന്റെ കൂടെ നിന്നിട്ട് സ്വന്തം കുടുംബത്തെ തള്ളിപ്പറഞ്ഞ നീയില്ലേ, നിന്റെ ബോധവും വിവരം നമുക്കില്ല വേട്ടാവളിയ. അതുകൊണ്ടാണല്ലോ, അത്രയും ഉളുപ്പില്ലാത്തത് കൊണ്ടാണല്ലോ സ്വന്തം സമുദായത്തെ ഉത്തരേന്ത്യയിൽ ആക്രമിക്കുന്ന സംഖ്യക്ക് വേണ്ടി നീ ഇവിടെ കിടന്ന് ഇങ്ങനെ വർത്താനം പറയുന്നത്. പിന്നെ നീ സാബു ജേക്കബല്ല ജെട്ടി സാബുവിന്റെ പേര് പറഞ്ഞപ്പോഴേ നിന്റെ പോക്കം കൊണ്ടാണെന്നും നിന്റെ ഉദ്ദേശം കൊണ്ടാണെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇവനെപ്പോലത്തെ വേട്ടാവളിയന്മാരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർഗീയത ഉണ്ടാക്കുന്നത്. നിഷ്പക്ഷന്റെ കുപ്പായിട്ടിട്ട് ഉള്ളില് മൊത്തം വർഗീയത കൊണ്ടുവരുന്ന സമയത്തുമ്പോ കൃത്യമായിട്ട് ആ വർഗീയത പുറത്തു തള്ളുന്ന ഇവനെപ്പോലുള്ളവന്മാരെയാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇവനുണ്ടല്ലോ ഇവന്റെ സ്വന്തം പിതാവിനെ കുറ്റം പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് നമ്മുടെ നാട് നന്നാക്കുക എന്നോ ഒന്നുമല്ല. ഒരു അധികാരം കിട്ടുക, കുറെ കക്കുക, അവർക്ക് അടുത്തൊരു 5 വർഷക്കാലം രാജാവിനെ പോലെ കഴിയാം. പിന്നെ അവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് അവരൊന്ന് വന്നിച്ചൊക്കെ നിൽക്കുമ്പോൾ ആർക്കാ ഇഷ്ടമില്ലാത്ത. അപ്പൊ ഞാൻ ഒരു സ്ഥലത്തോട് പോകുമ്പോൾ ഞാനിങ്ങനെ ഈ ബ്ലോഗ് ചെയ്യുന്നതാണോ, ആ വഴിക്കളെ പോകുമ്പോൾ ഒരു ചേട്ടൻ പറയാ മോനെ കൊടുത്ത് ഫോട്ടോ എടുത്തോടെ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഇവർ ഇത്ര ഉള്ളത്. ഇത് ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നു. നിങ്ങൾ വിവരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്നു. പക്ഷേ 28 വർഷക്കാലം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അന്ന് ഏതായാലും 20 വർഷം മുമ്പ് എനിക്ക് മനസ്സിലായി ഇവന്മാർ തട്ടിപ്പാന്നുള്ള കാര്യം. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ തന്നെ പ്രശ്നമല്ലേ. എന്റെ അപ്പനോട് ഞാൻ പറയാറുണ്ട്, എന്റെ പൊന്നെ അപ്പ നിങ്ങൾ പോയി കോൺഗ്രസ് വോട്ട് ചെയ്തെന്ന് പറയും. പുള്ളി കോൺഗ്രസിന് ഭാവിയാ, പുള്ളിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന്. അതിനുള്ള വിവരം പുള്ളിക്ക് ഉള്ളതെന്ന് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. പക്ഷെ വോട്ട് ചെയ്യാൻ സഹോദര പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീട് കണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് പറഞ്ഞു കൊടുക്കണം, ഒരു കാരണവശാലും UDF LDF വോട്ട് ചെയ്തത്. അവർ വോട്ട് ചെയ്ത് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കും, നശിപ്പിക്കും. അത്രയും പറയാം. ഓക്കെ. അപ്പൊ കോൺഗ്രസിന് CPM വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ജെട്ടി സാബുവിന്റെ BJPക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അത് തുറന്നു പറ. നീ അത് തുറന്നു പറയാനുള്ള ആർജവെങ്കിൽ കാണിക്ക് എന്റെ ക്രിസംഗി മോറാ. നീ ഉള്ളിൽ BJPന്റെ കളസൂട്ടിട്ട് ക്രിസംഗിയായി നടന്നിട്ട് അത് തുറന്നു പറയാനുള്ള ധൈര്യം പോലും നിനക്ക് ഇല്ലാണ്ടായിപ്പോയല്ല. പിന്നെ നീ ഇപ്പൊ ചെയ്ത ഈ വീഡിയോ ഉണ്ടല്ലോ, നിന്റെ പിതാവ് കണ്ടിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നിന്റെ പിതാവുണ്ടല്ലോ ഇപ്പം പറയും വേണ്ടായിരുന്നു, ആവശ്യമില്ലായിരുന്നു, എനിക്കിതിന്റെ ആവശ്യമില്ലായിരുന്നു നിന്റെ പിതാവ് ഇപ്പൊ എന്തായാലും പറയും. കാരണം 10 പുത്തൻ കൈ കിട്ടിയപ്പോ സ്വന്തം പിതാവിന് സ്വന്തം കുടുംബത്തിന് സ്വന്തം നാട്ടുകാരെയും തള്ളിപ്പറന്ന് നിന്നിട്ടില്ല. നിന്നെ ഈ നാട്ടിൽ ആവശ്യമില്ലാന്ന് നിന്റെ പിതാവിന് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നീ തള്ളും പോലെ ഒന്നല്ല നമ്മളെ മലയാളി ജീവിക്കുന്നത്. നമ്മൾ മലയാളികളുണ്ടല്ല നല്ല സന്തോഷത്തോടെ തന്നെ നീ കേരളത്തിൽ ജീവിക്കുന്നത്. ഇനി പുറത്തുള്ള മലയാളികളില്ലേ, ആ ഒരു സന്തോഷം തന്നെയാണ് അവരുടെ ആഗ്രഹമില്ല. തിരിച്ച് നമ്മുടെ നാട്ടിലൊന്നും ഇവിടെ സെറ്റിൽ ആകണം തന്നെയാണ് അവിടെയൊക്കെ ആഗ്രഹം. പിന്നെ നിന്നെപ്പോഴത്തെ നാണുമല്ല ഉളുപ്പില്ലാത്ത കുറച്ചണം വിരലണാൻ പറ്റുന്ന കുറച്ച് ക്രിസംഖ്യക്ക് മാത്രമേ സ്വന്തം നാടിനെ കുറച്ച് പൈസ കിട്ടുമ്പോ സ്വന്തം നാടിനെ കുറ്റം പറയാനും സ്വന്തം നാട് മോശമായിട്ടും തോന്നുന്നുള്ളൂ. അല്ലാതെ അന്തസ്സുള്ള ഓരോ മലയാളി ഉണ്ടല്ലോ ഏത് വിദേശത്ത് പോയിട്ട് എത്ര പൈസക്കാനായി ജീവിക്കുമ്പോഴും അവന്റെ ഉള്ളിലുണ്ടല്ല കേരളം മാത്രമേ ഉള്ളൂ. തിരിച്ച് കേരളത്തിലേക്ക് വരണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ നീ എന്തായാലും ഈ വീട്ടിൽ പറഞ്ഞതിനനുസരിച്ചിട്ടുണ്ടല്ല, നീ എന്തായാലും BJPക്ക് കേരളത്തിൽ അധികാരം കിട്ടാതെ തിരിച്ചിങ്ങോട്ട് വരില്ലല്ലോ. അതായത് കേരളത്തിൽ CPM കോൺഗ്രസോ ഭരിക്കുന്നിടത്തോളം കാലം നീ തിരിച്ചിങ്ങോട്ട് വരില്ലെന്നാണ് നിന്റെ വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ നീ എന്താണല്ലോ BJPക്ക് എന്തായാലും കേരളം കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചില്ല. അതുകൊണ്ട് നീ ഉണ്ടല്ല BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലേക്ക് ഇനി തിരിച്ചു വരുമ്പോ അങ്ങോട്ടേക്കേ പോകുന്നുണ്ടോട്ടാ, ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. അങ്ങനെ നീ BJP ഭരിക്കുന്ന സംസ്ഥാനത്തൊക്കെ പോയിട്ടുണ്ടല്ല, നിന്റെ പള്ളിയിൽ നിന്റെ ക്രൈസ്തവ പള്ളിയിലുണ്ടല്ല നീ ഒരു ഞായറാഴ്ച ഉണ്ടല്ല പ്രാർത്ഥിക്കാൻ അങ്ങോട്ടേക്ക് പോകണം. അന്ന് നമ്മളൊരു മനോഹരമായ വാർത്ത വെക്കും. എന്തായിരിക്കും ആ വാർത്ത എന്നറിയാം? ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു ക്രിസംഗിയെ കണ്ടം വഴി ഒടിച്ച്, ഒരു മല്ലു ഫാർമർ എന്ന ക്രിസംഗിയെ കണ്ടം വഴി ഒടിച്ച് ആ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടുണ്ടല്ല നമ്മൾ വെയിറ്റ് ചെയ്യും, നമ്മൾ സന്തോഷത്തോടു കൂടി വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് ജനിച്ചു വളർന്ന നാടിനെയും സ്വന്തം പിതാവിനെയും കുറ്റം പറഞ്ഞ നിന്നെപ്പോലത്തെ വേട്ടാവളിമാർ ഒരിക്കലും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നേക്കല്ലട്ടാ. നമ്മുടെ നാട്ടിൽ നീയൊക്കെ വന്നെങ്കിൽ നമുക്കതൊരു നാണക്കേടാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.